DS Ira എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ മധുസൂദൻ പോറ്റി ഏറ്റവും പീക്ക് ലെവലിൽ എത്തിയ ഒരു സീൻ പറഞ്ഞാൽ ഏത് പറയും? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടപ്പോൾ ഇങ്ങനെ ആ മധുസൂദൻ പോറ്റി പീക്ക് ലെവലിലേക്ക് എത്തിയൊരു സീൻ എൻ്റെ മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ സ്പോയിലർ അലേർട്ട് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അത് ആ ഒരു വീട്ടിനുള്ളിലെ ഒരു സീനായിരുന്നു. എന്ത് വരും എന്നുള്ളത് മനസ്സിലാവുന്നില്ല, എന്നാൽ കണ്ണടച്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ് മുന്നിൽ നടക്കുന്നതെന്ന് കാണണമെന്ന് കണ്ണു തുറന്നിരുന്ന് കാണാനും പറ്റുന്നില്ല, കാരണം ഭയം. അതായിരുന്നു പൂജാമുറി സീനല്ലേ പറഞ്ഞല്ലേ, ആ ഒരു ഉപ്പിൻ്റെ ഒക്കെ സീൻ വരുന്നത്, കഞ്ഞി കുടിക്കുന്നതൊക്കെ ആയിട്ടുള്ള. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീൻ കൂടെ ആയിരുന്നു. കാര്യം അവിടെ ഞാനൊരാൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ വീണു പോയാൽ ആ സീൻ മൊത്തത്തിൽ താഴെ പോവും. അത് മൊത്തം പണി കിട്ടേണ്ടിയിരുന്ന സീനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ വിശ്വസിച്ച ഒരു ഡയറക്ടർ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. എനിക്കും പേഴ്സണലി ഭയങ്കര ഒത്തിരി പേര് മീൻസ് എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവരും വിളിച്ചു പറഞ്ഞ ഒരുപോലെ പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സീനായിരുന്നു ആ ഒരു ഈ പറഞ്ഞ ആ ഒരു സീൻ എന്ന് പറയുന്നത്. ആ ഒരു അടുക്കളയും പൂജാമുറിയൊക്കെ ആയിട്ട് ചേർന്നിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, സ്പോയിലർ ആക്കുന്നില്ല വീണ്ടും. എന്തായാലും എനിക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാര്യം ഇത് നമ്മൾ പേടിപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും കണ്ടിട്ടല്ല അവിടെ ആരെയും പേടിപ്പിക്കുന്നത്, നമുക്കുണ്ടാകുന്ന പേടിയാണ് കാഴ്ചക്കാരൻ്റെയും പേടി. നമ്മൾ ഒരു വാക്കൻറ്റ് സ്പേസിൽ ഒരു ആ ഒരു സ്ഥലത്തേക്ക് നോക്കി നമ്മളൊരു കണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷയിൽ ഒരു ഭയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് സിനിമ അല്ല, നമ്മളെപ്പോഴും ഭാവം മുഖത്തും കണ്ണിലൂടെയാണല്ലോ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഒരു തരി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിപ്പോയാലും ഇത് പാളിപ്പോകാൻ സാധ്യതയുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മീറ്റർ തുടങ്ങുന്ന സമയം തന്നെ നമുക്ക് എന്നോട് പടത്തിൽ ഇന്നായതിനു ശേഷം ഫുൾ സ്ക്രിപ്റ്റ് തന്നതിന് ശേഷം പറഞ്ഞത് ഒരു വിധത്തിലുള്ള പ്രിപ്പറേഷൻ വേണ്ട എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം പുള്ളി പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൊണ്ട് ഈസിയായിട്ട് ചെയ്യിക്കാൻ പറ്റും, ഈ സംഭവം എനിക്ക് ചെയ്യിക്കാൻ പറ്റും, വേറെ ടെൻഷനൊന്നും വേണ്ട, ഒന്ന് താടി വളർത്തി തന്നാൽ മാത്രം ഇതാണ്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ സെറ്റിലേക്ക് ചെന്നിട്ടുള്ളതും. പിന്നെ അങ്ങോട്ടുള്ള ഓരോ സംഭവം കാര്യം പുള്ളിക്ക് ലൈവായിട്ട് ഇരുന്ന് കാണാമല്ലോ, മോണിറ്ററിൽ കാണുന്നുണ്ട്. അല്ല, മോണിറ്റർ ഇല്ല കേട്ടോ അവിടെ, അല്ല മോണിറ്റർ ഉണ്ട്, ലൈവ് സ്പോട്ട് എഡിറ്റില്ലായിരുന്നു. അപ്പോൾ കാണുന്ന സാധനത്തിൽ പുള്ളി വർക്ക് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ വന്നിങ്ങനെ തൊഴിലൊക്കെ തട്ടി. അപ്പോഴത്തെ നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റാണ്. ഫസ്റ്റ് ഡേ മുതൽ തന്നെ അങ്ങനെ ഒരു കുറേ മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആദ്യ ദിവസം ഇതാണ് എൻ്റെ മധുസൂദൻ പോറ്റി എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമുക്ക് ആ ഒരു ലൈൻ മാത്രം പിടിച്ചാൽ മതിയായിരുന്നു. വളരെ ഈസിയായിട്ട് ഞങ്ങളെ ചെയ്യിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.